Hi dear friends, Assalamu alaikum. Welcome back to my channel. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാങ്ങാച്ചാറാണ് കേട്ടോ. അത് നല്ല ടേസ്റ്റാണ്, നമുക്ക് ചോറിൻ്റെ കൂടെയും എന്തിൻ്റെ കൂടെയും കഴിക്കാം, അത്രയ്ക്ക് രുചിയാണ്. അപ്പോൾ ഇപ്പോൾ ഇഷ്ടം പോലെ മാങ്ങ സീസൺ ആയതുകൊണ്ട് എല്ലാവരുടെ വീട്ടിലും മാങ്ങ ഉണ്ടാവും. അപ്പോൾ അതാ ഞാൻ ഏകദേശം 1 കിലോ അടുത്ത് മാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു 5 മാങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു മാങ്ങാച്ചാറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് പച്ച മാങ്ങ കൊണ്ടല്ല നമ്മൾ ഉണ്ടാക്കുന്നത്, മൂത്ത് നന്നായിട്ട് ഒന്ന് മഞ്ഞ കളർ വന്ന്, അതായത് ചനച്ച മാങ്ങയാണ്, പഴുത്ത മാങ്ങയല്ല കേട്ടോ. അപ്പോൾ ആ ഒരു മാങ്ങ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ കൊടുക്കാനും അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കാനും ഒന്ന് ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ മാങ്ങ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കളറിലാണ്, ഇത് പഴുത്ത മാങ്ങയല്ല, ഒന്ന് മൂത്ത് ചനച്ച മാങ്ങയാണ്. കട്ട് ചെയ്തിട്ട് ഇതാ ഇതുപോലെ ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതിനെതാ ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2-3 സ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ എപ്പോഴും നമ്മൾ രാത്രി ചെയ്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മളൊന്ന് അടച്ച് വെച്ചിട്ട് രാവിലെയാണ് നമ്മളിത് അച്ചാർ ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് കാലത്ത് ആകുമ്പോഴത്തേക്കും ഇതിൽ നന്നായിട്ട് ഈ ഒരു മാങ്ങയുടെയും അതുപോലെ തന്നെ ഉപ്പ് ഡൈല്യൂട്ടായ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ടാവും കേട്ടോ. കണ്ടാൽ ഞാൻ കാണിച്ചു തരാം, ഇതുപോലെ വന്നിട്ടുണ്ടാവും. ഇനി നമ്മൾ ഈ ഒരു വെള്ളം മാറ്റി വെച്ചിട്ട് മാങ്ങ മാത്രം എടുത്തിട്ട് ഒരു 2 മണിക്കൂറെങ്കിലും ഒന്ന് വെയിൽ കൊള്ളിക്കുക, വെയിലത്തൊന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ വെയിലത്ത് വെക്കാതെ നമുക്ക് ഈ ഒരു അച്ചാർ ഉണ്ടാക്കിയെടുക്കാം. വെയിലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാലം കേടാവാതെ ഇരിക്കും. അപ്പോൾ അതും കൂടി ഉണ്ട്. അപ്പോൾ ഞാനിത് ഒരു പരന്നൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ട്, അതായത് നമ്മൾ മാങ്ങ മാത്രം എടുത്തിട്ട് ഒരു പരന്ന പ്ലേറ്റിൽ ഇട്ട് കൊടുത്തിട്ട് ഒരു 2 മണിക്കൂർ നല്ല വെയിലത്തൊന്ന് കൊണ്ടുപോയി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വെയിലില്ലാന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല, നമുക്ക് ഇതുപോലെ തന്നെ അച്ചാർ ഉണ്ടാക്കിയെടുക്കാം. അപ്പം നമുക്ക് ഒരുപാട് കാലം വെക്കാനൊന്നും പറ്റില്ല, അതാണുള്ള പ്രശ്നം കേട്ടോ. അപ്പോൾ അതാ ഞാനിത് രണ്ടും സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ട ഈ ഒരു വെള്ളമാണ്, ഈ ഒരു വെള്ളം നമ്മൾ കളയുന്നില്ല കേട്ടോ, അത് നമ്മൾ നമ്മുടെ അച്ചാറിൽ ഒഴിച്ചു കൊടുക്കും. അപ്പോൾ ഇത് നമ്മൾ മാറ്റി വെച്ചിട്ട് ഒരു 2 മണിക്കൂർ ഒന്ന് നല്ല വെയിലത്ത് കൊണ്ടുപോയി വെക്കാം കേട്ടോ. ഇതാ ഇപ്പോൾ ഞാനൊരു 2 മണിക്കൂർ വെയിലത്ത് വെച്ചെടുത്താണ് കേട്ടോ. അതിലുള്ള വെള്ളമൊക്കെ ഒന്ന് പോയി അങ്ങ് വാടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രേ വേണ്ടൂ, നമ്മൾ നന്നായിട്ട് ഉണക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ ഒന്നായി കിട്ടിയാൽ മതി. അപ്പം നമുക്കിനി അച്ചാർ ഉണ്ടാക്കാം കേട്ടോ. ഇനിയിപ്പോൾ അതാ അച്ചാർ ഉണ്ടാക്കാനായിട്ട് ഒരു സോസ് പാനിലേക്ക് ഞാൻ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. വെളിച്ചെണ്ണയിലൊന്നും ഉണ്ടാക്കിയെടുക്കരുത് കേട്ടോ, നല്ലെണ്ണയിൽ എണ്ണ ഉണ്ടാക്കണം. അപ്പോൾ ഞാനൊരു ഏകദേശം ഒരു 100 മില്ലി എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത്രയും വേണം, അച്ചാറായതുകൊണ്ട് പിന്നെ കേടാവാതിരിക്കണമെങ്കിലും നമ്മൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇനി അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഞാൻ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഞാനിതാ വെളുത്തുള്ളി ഒരു 10 അല്ലി, അതായത് ഈ ഒരു മാങ്ങയുടെ അളവിലേക്ക് ഒരു 10 അല്ലി വെളുത്തുള്ളി നടു ഒന്ന് കട്ട് ചെയ്തിട്ട് എടുത്താണ്. ജസ്റ്റ് നടു മാത്രം ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത്രേ ആവശ്യമുള്ളൂ. അധികം വെളുത്തുള്ളി നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു വെളുത്തുള്ളിയുടെ ഒരു ചുവ ആയിരിക്കും. അപ്പോൾ അതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മീഡിയം ഫ്ലെയിമിൽ വെക്കുക, കരിഞ്ഞു പോകരുത്. എന്നിട്ടൊന്ന് അങ്ങ് വഴറ്റി കൊടുത്തതിൻ്റെ ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഇനി ഇതൊന്ന് ചൂടാറി വന്നതിന് ശേഷം, അതായത് ഒരു ചെറിയ ചൂടിൽ നമുക്ക് നമ്മളുടെ പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു നന്നായിട്ട് നമ്മളിത് വഴറ്റിയെടുക്കുമ്പോൾ തന്നെ പൊടികൾ ചേർത്ത് കൊടുക്കരുത്, കാരണം അതൊരു കരിഞ്ഞ സ്മെല്ലും ആ ഒരു ടേസ്റ്റും വരും. അതുകൊണ്ട് ഇപ്പോൾ ഇതാ ഇത്രയേ ആവശ്യമുള്ളൂ. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു ഇച്ചിരി നേരം ഈ എണ്ണ ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി വെച്ച് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതാ നന്നായിട്ട് ചൂടാറിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്താണ് നമ്മൾ പൊടികളെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ഞാൻ ഒരു 2.5 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതായത് കാശ്മീരി ചില്ലിയും നമ്മുടെ സാധാ മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു അളവിലേക്ക് 2.5 ടീസ്പൂൺ മതിയാവും. അപ്പോൾ നീ നല്ല സ്പൈസി ആവണമെന്നുണ്ടെങ്കിൽ കാശ്മീരി ചില്ലി ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് സാധാ മുളക് പൊടി മാത്രം ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇത് മിക്സ് ചെയ്തിട്ടാണ്, അതായത് 1.5 സ്പൂണ് കാശ്മീരി ചില്ലിയും 1 സ്പൂണ് സാധാ മുളക് പൊടിയും, ഇനി ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഒന്ന് ഫ്ലെയിം ഓൺ ചെയ്തതിൻ്റെ ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 30 സെക്കൻഡോളം ഇതിനെ ഒന്നങ്ങ് ചൂടാക്കിയെടുക്കുക. അതിന് മാത്രം സമയം ഇതിനെ ചൂടാക്കിയെടുക്കരുത്, ആ റോസ്മെല്ലൊന്ന് മാറി കിട്ടണം, അത്രേ ആവശ്യമുള്ളൂ. പിന്നെ അച്ചാർ എപ്പോഴും നമ്മൾ ഉണ്ടാക്കുമ്പോൾ അത് നന്നായിട്ട് പൊടികൾ മൂത്ത് പോവാതെ നോക്കണം. അപ്പോൾ അതാ ഞാനൊന്ന് വഴറ്റിയെടുത്തതിൻ്റെ ശേഷം നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മാങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നന്നായിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമ്മളുടെ ഈ ഒരു മാങ്ങ ഈ പൊടികളിലൊക്കെ ഒന്ന് മിക്സ് ആകുന്ന വിധത്തിൽ ഒരു 2 മിനിറ്റോളം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഏകദേശം ഒരു 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുത്താൽ മതിയാവും. എന്നിട്ടുണ്ടല്ലോ നമുക്ക് ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ അളവിൽ ഉലുവയും 1 ടീസ്പൂൺ അളവിൽ കടുകും ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചെടുത്തതാണ്, അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്തിട്ട് ഈ ഉലുവ ഇതൊക്കെ ഒന്ന് പിടിക്കുന്ന രീതിയിൽ 1 മിനിറ്റോളം നമുക്കൊന്നും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ.
ഇനി നമുക്കിതിലേക്ക് നമ്മൾ മാങ്ങ എടുത്ത് വെച്ചപ്പോൾ സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരുന്ന ആ വെള്ളമാണ് ഇത് കേട്ടോ. മാങ്ങ ഇരുന്നിരുന്ന വെള്ളമില്ലേ, ഉപ്പ് ഇട്ട് വെച്ചപ്പോൾ ആ ഒരു വെള്ളമാണ്. അത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നമ്മൾ 1 മിനിറ്റോളം നന്നായിട്ടൊന്നും കൂടി ഒന്നങ്ങ് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ദാ നമ്മളിതിലേക്ക് 1 ടീസ്പൂണോളം കായത്തിൻ്റെ പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ ഏകദേശം ഞാൻ നോക്കിയിട്ട് ചേർക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ആദ്യം ഞാൻ 1 സ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്തതിൻ്റെ ശേഷം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ 1.25 സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 സ്പൂൺ ആദ്യം ചേർത്ത് കൊടുത്ത് പിന്നെ 1/4 ടീസ്പൂണോളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെയാണോ കായത്തിൻ്റെ ആ ഒരു രുചി അനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ വിനീഗറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിർബന്ധമില്ല, ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമില്ലാത്തവർക്ക് ചേർക്കണമെന്നില്ല, കേടാവൊന്നുമില്ല. എന്നാലും ഞാനൊരു 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതേ നന്നായിട്ട് വീണ്ടും 1 മിനിറ്റോളം നമുക്കൊന്നും കൂടെ ഒന്നങ്ങ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല കിഡിലൻ ടേസ്റ്റാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഈ ഒരു മാങ്ങ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ചനച്ച മാങ്ങയാണ് എടുത്തത്, നന്നായിട്ട് പച്ച മാങ്ങയല്ല. അതുകൊണ്ട് അടിപൊളി ടേസ്റ്റാണ് ചോറിൽക്കും. അതുപോലെ തന്നെ ഇനിയിപ്പോൾ നമുക്ക് ചിലപ്പോൾ ചപ്പാത്തിയിൽക്കൊക്കെ എനിക്കിഷ്ടമാണ് അച്ചാർ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. പിന്നെ ഇത് നമ്മൾ ഒന്ന് ഉണക്കിയെടുത്തത് കൊണ്ട് ഒരുപാട് കാലം കേടാവാതെ ഇരിക്കുകയും ചെയ്യും. പിന്നെ എപ്പോഴും നമ്മൾ അച്ചാർ ഉണ്ടാക്കി എടുക്കുമ്പോൾ അത് നിങ്ങൾക്കൊക്കെ അറിയുന്നതായിരിക്കും. അതിൽ നമ്മൾ ഉണങ്ങിയ സംഭവങ്ങൾ, അതായത് കയ്യിലോ സ്പൂണോ എന്തെങ്കിലും ഇടുമ്പോൾ ഏറ്റവും തന്നെ വെള്ളമില്ലാത്ത ഇതുകൊണ്ട് വേണം എടുക്കാനായിട്ട്. അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് ഒരുപാട് കാലം നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാനൊക്കെ പറ്റുള്ളൂ കേട്ടോ. ഒരുപാട് കാലം നമുക്കിത് സൂക്ഷിച്ച് വെക്കാം. പിന്നെ അച്ചാറൊക്കെ നമ്മൾ എപ്പോഴും ഉണ്ടാക്കിയെടുക്കുമ്പോൾ എപ്പോഴും ഒരു ഗ്ലാസിൻ്റെ ബോട്ടിലാക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഞാനിപ്പോൾ അത് ചൂടാറിയതിന് ശേഷം ഒരു ഗ്ലാസിൻ്റെ പാത്രത്തിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ എന്തിലാണോ നമ്മൾ സാധാരണയായിട്ട് എപ്പോഴും ഇതിൽ നിന്ന് തന്നെ എടുക്കാതെ നമ്മൾ ഏതെങ്കിലും ഒരു പാത്രത്തിലേക്ക്, അതായത് അച്ചാറിൻ്റെ ചെറിയൊരു ബോട്ടിലേക്കോ അങ്ങനെ, ഞാനിപ്പോൾ ഇങ്ങനെ ഒരു പാത്രം ഉണ്ട് എനിക്ക് അച്ചാറാക്കി വെക്കാൻ. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് മാറ്റി അതിലേക്ക് ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ നമുക്ക് എപ്പോഴും ഈ ഒരു പാത്രത്തിൽ നിന്ന് ഇങ്ങനെ കോരിയെടുക്കണ്ടല്ലോ. അപ്പോൾ അത് നാശാവത്തുമില്ല. ഇത് തീരുന്നതിനനുസരിച്ച് അതിൽ ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ചെയ്ത് വെക്കുക. ഇങ്ങനെയൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ പൂപ്പൽ പിടിക്കാതെ ഒരുപാട് കാലം നമുക്ക് അച്ചാർ സൂക്ഷിച്ച് വെക്കാനായിട്ട് പറ്റും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും, നേരത്തെ പറഞ്ഞ പോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും, നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കാനും, അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത് കേട്ടോ. പുതിയ വീഡിയോയുമായി നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം. ടേക്ക് കെയർ. താങ്ക് യു.